റിപ്പോർട്ടർ നാഷണൽ ബ്രേക്കിംഗ്. തമിഴ്നാട് വിരുദ്ധനഗർ സ്ഫോടനത്തിൽ വനജ ഫയർവർക്സിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. സ്ഥാപനം 25 പേരുടെ മരണത്തിന് കാരണമായി എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഉടമകളായ ഈശ്വരി, ഭർത്താവ് മുത്തുമാണിക്യം എന്നിവരെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തിരുന്നു. ഒളിവിൽ പോയ ഇവർക്കായി അന്വേഷണം തുടരുകയാണ്. രാഹുൽ സുരേഷ് ഇപ്പോൾ സ്ഥലത്തുണ്ട്. രാഹുൽ സുരേഷ്, വനജ ഫയർവർക്സിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഏത് കാരണത്തിന്റെ അടിസ്ഥാനത്താണ് സസ്പെൻഡ് ചെയ്തത്? ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ഈ സ്ഥാപനം പ്രവർത്തിച്ചുവെന്നും അത് വലിയ ദുരന്തത്തിലേക്ക് വഴിവെച്ചുവെന്നുമാണോ ഈ സസ്പെൻഡ് ചെയ്യാൻ ആധാരമായ കാരണം? ഡോക്ടർ അരുൺ, നമുക്ക് ആദ്യം ഈ സംഭവ സ്ഥലത്തെ ദൃശ്യങ്ങൾ നേരിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. നമ്മൾ കട്ടനാർപെട്ടിയിലുള്ള വനജ ഫയർവർക്സിന്റെ ആ ഗോഡൌണിലാണുള്ളത്. ഈ സ്ഥലത്താണ് ഈ അപകടം നടന്നിരിക്കുന്നത്. നോക്കൂ, അതിഭീകരമായിട്ടുള്ള കാഴ്ചയാണ് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന പടക്കങ്ങളെല്ലാം തന്നെ ചിന്നിച്ചിതറിയ നിലയിലാണ്. ഈ കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്ന് തരിപ്പണമാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പുറത്തേക്ക് നമ്മളെ കടത്തിവിടില്ല, എന്നാലും ഇവിടെ നിന്നുകൊണ്ട് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ആ JCB കിടക്കുന്ന ഇടം കാണിച്ചു തരാം. ആ ഭാഗത്താണ് വലിയ രീതിയിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. ഈ കെട്ടിടത്തിന്റെ ബാക്കി ഭാഗം അങ്ങോട്ട് ഇങ്ങനെ ലയം പോലെ നീണ്ടു കിടക്കുന്ന ഭാഗമായിരുന്നു. അതിന്റെ ഒരു 1% കെട്ടിടം പൂർണ്ണമായും തകർന്ന് തരിപ്പണമാവുകയും ചെയ്തിട്ടുണ്ട്. ആ കെട്ടിടം പൊട്ടിത്തെറിക്കുകയായിരുന്നു. വലിയ ശബ്ദത്തോടെ, സ്ഫോടന ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ആ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ ഏതാണ്ട് അപ്പുറത്ത് വരെ, ഏതാണ്ട് 1 കിലോമീറ്റർ അപ്പുറം വരെ പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ആ കെട്ടിടത്തിന്റെ മുകളിൽ ഉൾപ്പെടെ ആ ഇഷ്ടിക കഷ്ണങ്ങൾ കിടക്കുന്നതായി കാണുകയും ചെയ്യാം. അപ്പോൾ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയാണ് ഈ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. അതുകൂടാതെ ഇപ്പുറത്തുള്ള കെട്ടിടങ്ങളിലെ പടക്കം നിർമ്മിച്ചുകൊണ്ടിരുന്ന പടക്കങ്ങളെല്ലാം തന്നെ പൊട്ടിത്തെറിക്കുകയും ചെയ്തു. ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇതിൻ്റെ അകത്തൊക്കെ നിറയെ വിവിധ തരത്തിലുള്ള പടക്കങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിവിധ രീതിയിലുള്ള പടക്കങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെല്ലാം തീ പിടിക്കുകയും കത്തി അമരുകയും ചെയ്തു. ഈ കെട്ടിടവും പൂർണ്ണമായി തന്നെ ഏതാണ്ട് കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ട്. ചിന്നിച്ചിതറിയ നിലയിലാണ് ഈ കെട്ടിടത്തിൻ്റെ അകത്തുള്ള അവശിഷ്ടങ്ങളെല്ലാം തന്നെയുള്ളത്. ഈ മരിച്ച 25 ആളുകളും ഇതിൻ്റെ അകത്തിരുന്ന് ജോലി ചെയ്യുകയായിരുന്നു. ഇരുന്നുകൊണ്ട് തന്നെ ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ ആ മരിച്ച ഭൂരിഭാഗം ആളുകളും ആ ഇരുന്ന സ്ഥലത്ത് തന്നെ മരിച്ചു വീഴുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുകയും ചെയ്തത്. ഇപ്പോൾ സെൻട്രൽ എക്സ്പ്ലോഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലുള്ള പരിശോധന ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘമാണ് ഇപ്പോൾ സംഭവ സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ഈ തൊഴിലാളികളുമായി എത്തിയിരുന്ന വാഹനമാണ് ആ കാണുന്നത്. ആ വാഹനമൊക്കെ ഏതാണ്ട് തകരുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ കൂടുതൽ പടക്കങ്ങൾ ശേഖരിച്ചു വെച്ചിരുന്നു എന്നാണ് ഇവിടെ നമ്മൾ എത്തുമ്പോൾ കാണുകയും ചെയ്യുന്നത്. അതിൽ കുറേയധികം കത്തി അമർന്നിട്ടുണ്ട്. അതുകൂടാതെ ഈ പെട്ടികളിലൊക്കെ ഇത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഈ കാണുന്നതൊക്കെ വിവിധ തരത്തിലുള്ള പടക്കങ്ങളാണ്. ഇതൊക്കെ നിർമ്മിച്ച ശേഷം സൂക്ഷിച്ചു വെച്ചിരുന്ന സാധനങ്ങളാണ്. അപ്പോൾ വീണ്ടും ഇത്തരത്തിൽ സ്ഫോടനം ഉണ്ടായത്, 2ാമത്തെ തവണ സ്ഫോടനം ഉണ്ടായതും ഇത്തരത്തിൽ ഇവിടെ സൂക്ഷിച്ചു വെച്ചിരുന്ന പടക്കങ്ങളിൽ നിന്നുമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഇവിടെ ഒരു പ്രദേശവാസി നമ്മുടെ കൂടെ ചേരുന്നത്. പെരിയ സൗണ്ടാ ഇருக்கு அந்த நேரம்? பெரிய சவுண்டு தான், பெரிய சவுண்டாக தான் இருந்தது. எப்படியே நடந்தாச்சு அறியுமா? அதே அறியாது, தெரியாது, அது சொல்ல முடியாது. அது எங்கே நடந்தது எப்படி நடந்ததுன்னு சொல்ல முடியாது. சவுண்டு கேட்டது, அதான் சொல்ல முடியும். உங்கள വീട് ഇവിടെ അടുത്താ? வீடு பக்கத்து கட்டனார்பட்டி. കട്ടനാർപെട്ടി. ചെറിയ ആളുകൾ ജോലി ഇരിക്കുക ഇവിടെ? அது நான் பார்க்கல, இல்லை இருக்கும். അരുൺ, ഈ മേഖലയെല്ലാം തന്നെ ഈ പടക്കം നിർമ്മിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇതിപ്പോൾ ഒരു വിജനമായ സ്ഥലമാണ്. തൊട്ടടുത്ത് മറ്റ് കെട്ടിടങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ ഈ ഒരു നീളത്തിൽ ലയം പോലെ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു കെട്ടിടമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇതിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കുറേയധികം സ്ഥലം താണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ വഴിയിടങ്ങളിലൊക്കെ കാണുന്ന ഈ പടക്ക നിർമ്മാണശാല ഒരു കെട്ടിടം, അതായത് ചെറിയ ഇതുപോലത്തെ ഒരു കെട്ടിടമാണെങ്കിൽ ഈ ഒരു കെട്ടിടം കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് ഇട്ട ശേഷമാണ് അടുത്ത കെട്ടിടം നിർമ്മിക്കേണ്ടത്. പക്ഷേ ഇവിടെ ഉണ്ടായിരിക്കും നീളത്തിൽ തന്നെ ഒറ്റ സ്ട്രക്ചറിൽ തന്നെ ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു റൂമിൻ്റെ അകത്ത് തീപിടുത്തം ഉണ്ടായപ്പോൾ, സ്ഫോടനം ഉണ്ടായപ്പോഴേക്കും അത് പൊട്ടിത്തെറിക്കുകയും തൊട്ടടുത്തുണ്ടായിരുന്ന കെട്ടിടങ്ങളിലേക്ക് ആ തീ പടരുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ ഈ പൊട്ടിത്തെറിച്ചതിൻ്റെ അവശിഷ്ടങ്ങളാണ്. ഇതൊക്കെ പടക്കം നിർമ്മിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള സാധനങ്ങളും പൊട്ടിത്തെറിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. ഇതൊക്കെ പൂർണ്ണമായും കത്തി അമരുകയും ചെയ്തിട്ടുണ്ട്. പൊട്ടിയതും പൊട്ടാത്തതുമായ പടക്കങ്ങളെല്ലാം തന്നെ നിലത്തിങ്ങനെ കിടക്കുന്ന കാഴ്ചകൾ കൂടിയാണ് കാണുന്നത്. എന്തായാലും അതിദാരുണമായ സംഭവമായിരുന്നു എന്നത് സംശയമില്ല. ഇതൊക്കെ പാത്രങ്ങളൊക്കെ ഈ പൊട്ടിത്തെറിയിൽ നശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചിന്നിച്ചിതറിയ നിലയിലാണ് ഇവിടെയുള്ള ഈ സാധനങ്ങളെല്ലാം തന്നെ കാണുകയും ചെയ്തത്. ലയം പോലെ ഒരു തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡവും ഇല്ലാതെയാണ് അവിടെ എങ്ങും ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ കാണാൻ പറ്റുന്നില്ല. അവിടെ ഏതെങ്കിലും തരത്തിൽ അപകടമുണ്ടായാൽ പ്രത്യേകം അത് അഗ്നിബാധ ഒഴിപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങളൊന്നും നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ. ഒരു തരത്തിലുള്ള പ്രിക്കോഷൻസും എടുക്കാതെയല്ലേ ഇത്രയും കൂടുതൽ വീര്യമുള്ള സ്ഫോടക വസ്തുക്കൾ അവിടെ നിറയ്ക്കുകയും പടക്കമൊക്കെ ഉണ്ടാക്കുകയും ചെയ്തത്? 19 പേരൊരു മുറിയിൽ.
തീർച്ചയായിട്ടും ഒരു കെട്ടിടത്തിന്റെ മുൻഭാഗത്ത് നമ്മൾ മറ്റ് കെട്ടിടങ്ങളിൽ കണ്ടതെന്ന് വെച്ചാൽ ഒരു കെട്ടിടത്തിന്റെ മുൻഭാഗമാണെങ്കിൽ ഇതുപോലെ ഡോർ ഉണ്ടാകും. ആ ഡോറിന്റെ ഇടതുഭാഗത്ത് തന്നെ ഫയർ എക്സ്റ്റിങ്വിഷർ സ്ഥാപിച്ചിരിക്കുന്നതാണ് മറ്റിടങ്ങളിൽ കണ്ടത്. പക്ഷേ ഇവിടെ അത്തരത്തിലുള്ള ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളോ ഒരു തീപിടുത്തം ഉണ്ടായാൽ ആ തീ അണയ്ക്കാനുള്ള സാഹചര്യങ്ങളോ ഉണ്ടായിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഈ തൊട്ടപ്പുറത്ത് കാണുന്നത് കുറേയധികം പടക്കങ്ങൾ നിർമ്മിച്ച ശേഷം അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു ഗോഡൌൺ കൂടിയാണ്. അതിൻ്റെ അകത്തും ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പുറത്ത് പോലും ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ തീപിടുത്തം ഉണ്ടായാൽ തീ അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഒരു മാതൃകയാണ് ഈ കെട്ടിടം. ഇത്തരത്തിലാണ് കെട്ടിടം നിർമ്മിക്കേണ്ടത്. ഒരു വൈഡായിട്ടുള്ള ദൃശ്യങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഇത്തരത്തിലാണ് കെട്ടിടം നിർമ്മിക്കേണ്ടത്. ഇതുപോലെ ഒരു കെട്ടിടം നിർമ്മിക്കുന്നു, കുറച്ച് അകലത്തിലാണ് മറ്റൊരു കെട്ടിടം നിർമ്മിക്കേണ്ടത്. പക്ഷേ ഈ സ്ഫോടനം ഉണ്ടായ അതിന് പുറത്തൊരു ഫയർ എക്സ്റ്റിങ്വിഷർ വെച്ചിട്ടുണ്ട്. ആ കെട്ടിടത്തിനോട് ചേർന്ന് മറ്റു കെട്ടിടങ്ങളില്ല. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ആ ഇരിക്കുന്നതെല്ലാം പടക്കങ്ങളാണ് അല്ലേ? അതെ, അതായത് ഈ ആളുകൾ ഇവിടെ പടക്കം നിർമ്മിച്ചുകൊണ്ടിരുന്നത് ശേഖരിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ ഒരു ഗോഡൗൺ ആണ്. പടക്ക നിർമ്മാണം നിർമ്മിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ ഒരു ഗോഡൗൺ ആണ്. അതിൻ്റെ പുറത്ത് ഈ കാണുന്ന പോലെ ഒരു ഫയർ എക്സ്റ്റിങ്വിഷർ ഉണ്ട്. ഇതിന് സമാനമായിട്ടുള്ള സാഹചര്യമാണ് അപ്പുറത്തും ഉണ്ടാകേണ്ടത്. പക്ഷേ ഇതിന് ഇത്തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ അപ്പുറത്ത് ഉണ്ടായിരുന്നില്ല. അതുതന്നെയാണ് ഈ അപകടത്തിന് കാരണമാവുകയും ചെയ്തിരിക്കുന്നത്. ഇതിന് സമാനമായ രീതിയിലാണ് കെട്ടിടം നിർമ്മിക്കേണ്ടതെന്നാണ് ഈ ഇവിടെ പരിശോധന നടത്തുന്ന ആളുകൾ പറയുന്നതിന് പകരം ഈ കാണുന്ന പോലെ തന്നെ വലിയ നീളത്തിൽ ഒറ്റ ലയമായി നിർമ്മിച്ചതാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയത്. എന്തായാലും ഇവിടെ എത്തുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് അരുൺ നേരിട്ട് കാണുന്നത്.